കൊച്ചി മാമലക്കണ്ടത്ത് ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതി രതീഷിനെ മുഖത്ത് പരിക്കേറ്റ് ചികിത്സയിലെത്തി. രതീഷിന്റെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്ത നിലയിലാണ് കണ്ടത്. വാക്കുതർക്കത്തിനിടെ കല്ലുകൊണ്ട് മുഖത്തിടിച്ചത് മാമലക്കണ്ടത്തെ വിനോദ് എന്നാണ് രതീഷിന്റെ മൊഴി. മുഖത്ത് മർദ്ദനമേറ്റ ശേഷമാണ് ജീപ്പ് കൊണ്ട് ഇടിക്കാൻ ശ്രമിച്ചതെന്നും രതീഷ് 24-നോട് പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് ചായക്കടയിൽ ചായ കുടിക്കാൻ പോയി വണ്ടി അവിടെ ഇട്ടിട്ട് അവന് ഞാൻ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വഴക്കുണ്ടാവുന്നത്. വഴക്ക് ഞങ്ങൾ 1-2 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങനെ തുടങ്ങി വഴക്കാം. ആദ്യം വിനോദാ തല്ലുന്നത്, അവരുടെ കടയ്ക്കുള്ളിൽ വെച്ചാൽ തല്ലുന്നത്. പിന്നെ അത് അടി നിന്നിട്ട് അങ്ങോട്ടും അപ്പോഴത്തേക്കും ഇവൻ്റെ കുറച്ച് പിള്ളേരെ കൂടി വന്ന കല്ലിനെറിയിലും കല്ലിനടിക്കലൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമൊക്കെയാണ്. 2 പിള്ളേരുണ്ട്, പിന്നെ വിനോദവും ഉണ്ട്. പിന്നെ ഈ അടി നടന്നുകൊണ്ടപ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ കല്ലിനടിച്ചു അവർ. മുതലിട്ട് അടിച്ചു. അപ്പോഴത്തേക്കും ബ്ലഡെല്ലാം വന്നപ്പോഴത്തേക്കും നമ്മുടെ റിലേ പോയല്ലോ. അത് കേട്ടാണ് പിന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാനായിട്ട് ജീപ്പ് എടുത്തോട്ട് പോരുമ്പോഴാണ് വീണ്ടും ഒരു കല്ല് വെച്ച് ജീപ്പിനിട്ട് എറിയുന്നത്. ജീപ്പ് കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് കസേര ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് പ്രതിരോധിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നാണ് വിനോദ് പക്ഷേ പ്രതികരിച്ചത്. അങ്ങനെ മൊത്തം 3 മുറിയോ അങ്ങനെ ഞങ്ങൾ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ആ CCTV നോക്കുമ്പോൾ നമ്മുടെ കടയ്ക്കാവ് എല്ലാം കാണുന്ന വാക്ക് തിരക്കം ഉണ്ടായ വണ്ടി ഇടുന്നുണ്ട് തന്നെ പറഞ്ഞു. അവൻ കടയ്ക്കകത്ത് ഇറങ്ങി വന്ന് അങ്ങ് പോവുകയും ചെയ്തു. എന്നിട്ടാണ് ഈ പണി കാണിച്ചത്. അല്ലാണ്ട് ഞാൻ തന്നെ അവനെ ഉന്താണ്ട് തള്ളാനോ ഒന്നും പോയില്ല. ഈ വണ്ടി കയറ്റി ഇങ്ങനെ കാണിക്കുന്ന കണ്ടപ്പം എങ്ങനെയെങ്കിലും വണ്ടി നിർത്തുന്നതാണ് ഈ അത് കസാരയൊക്കെ വെച്ചെറിഞ്ഞാൽ ഇതെല്ലാം പറ്റുകയാണ്. ഒക്കെ സ്വന്തമായിട്ട് കാണിച്ചത്. അല്ലാണ്ട് ഈ വണ്ടി കിട്ടുന്നത് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഇടിച്ചതാണോന്നും നമുക്കറിയില്ല. ആ കയ്യാലൊക്കെ മണ്ടേ മാറുന്നിട്ട് വണ്ടി മറിയാൻ തുടങ്ങിയാണ് വണ്ടി കയറിയത്. ഇവിടുന്ന് പോയ വഴിക്ക് എന്തെങ്കിലും പറ്റും. ഇവിടുന്ന് പോകുന്നിടം വരെ ഒരു കുഴപ്പമില്ല. ഇവിടെ നാട്ടുകാരെ ഇടയ്ക്ക് ചോദിച്ചു. ഇവിടെ വന്ന് എല്ലാവരും പോലീസുകാരോട് ചോദിച്ചു. അന്നേരം പറഞ്ഞു സംഭവം ഇവിടുന്ന് പോകുന്നിടം വരെ ഇല്ലായിരുന്നു അറിയുന്ന പറഞ്ഞു. അത് കഴിഞ്ഞുണ്ടായത് ഇവിടുന്ന് പോയി കഴിഞ്ഞുണ്ടായെന്ന് പറഞ്ഞു. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ ചേരുന്നു തത്സമയം. ലാൽകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ പരിക്ക് സാരമുള്ളതാണോ? തീർച്ചയായിട്ടും എസ്കെൻ, അയാളുടെ പരിക്ക് വളരെ സാരമുള്ളതാണ്. മൂക്കിൻ്റെ പാലം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇടത് കണ്ണിനും കാര്യമായ പരിക്ക് പറ്റിയിട്ട് മുഖത്ത് 2ഇടത്തും നീരുണ്ട്. ഇതൊരു ശസ്ത്രക്രിയ വേണം എന്നുള്ളതാണ്. പക്ഷേ ഉടനടി അതിനുള്ള സാധ്യതയുമില്ല. പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ നീര് പൂർണ്ണമായും വലിയാതെ ശസ്ത്രക്രിയ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ. എന്തായാലും പോലീസ് ഇതിൻ്റെ മൊഴിയെടുത്തപ്പോഴും നമ്മളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് രതീഷ് ആവർത്തിക്കുന്നത്. കടയിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ അതൊരു വാക്കുതർക്കമായി മാറി. പിന്നെ ഉന്തും തള്ളുമായി. ഈ ഉന്തും തള്ളിനിടയിൽ കല്ലെടുത്തുകൊണ്ട് വന്ന വിനോദിൻ്റെ മക്കളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ജീപ്പിലേക്ക് കയറുകയും ആദ്യഘട്ടത്തിലൊരു പ്രകോപനം എന്ന രീതിയിൽ കടയിലേക്ക് ജീപ്പ് പിടിച്ച് കയറ്റാനുമാണ് ശ്രമിച്ചത്. ആ സമയത്തും കല്ലുകൊണ്ടും മറ്റും എറിയുകയുണ്ടായി. പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഈ ജീപ്പ് കൊണ്ട് ഇടിക്കുന്ന സമയം തൊട്ടുള്ളതാണ്. അതിനു മുമ്പുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നിലവിൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊരു കാര്യം കൂടിയാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ സംഭവശേഷം ഒളിവിൽ പോയിരുന്ന രതീഷ് ആദ്യം അടിമാലിയിലെ ആശുപത്രിയിലും അവിടെ നിന്ന് തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലേക്കുമാണ് ശുപാർശ ചെയ്യപ്പെട്ടത്. പക്ഷേ രതീഷ് കുറച്ച് നാളുകളായിട്ട് കോതമംഗലത്തെ ധർമ്മഗിരി ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഡോക്ടറെ കാണാൻ തീരുമാനിക്കുകയായിരുന്നു. രതീഷ് തന്നെയാണ് പോലീസിനെ വിളിച്ച് ധർമ്മഗിരി ആശുപത്രിയിലുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് ഇത്രയും ഗുരുതരമായ പരിക്കുകൾ ഇയാൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. പക്ഷേ ഈ പരിക്കുകൾ ഈ കടയിൽ വെച്ച് തന്നെയാണോ ഉണ്ടായത് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇവിടുന്ന് പോയതിനു ശേഷം മറ്റെവിടെയെങ്കിലും വെച്ചിട്ടാണോ ഈ പരിക്കുകൾ ഉണ്ടായത് എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രതീഷ് നേരത്തെയും ഒട്ടനവധി ഈ വാക്ക് തർക്കം അടിപിടി പോലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് നിന്ന ഒരാളാണ്. ഇപ്പോഴും രതീഷിൻ്റെ പേരിൽ മറ്റൊരു കേസും നിൽക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിൽ രതീഷിൻ്റെ പേരിൽ SC/ST അട്രോസിറ്റിയും അതോടൊപ്പം തന്നെ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട്. രതീഷും ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കുട്ടമ്പുഴ പോലീസ് നീങ്ങുക. ഓക്കെ ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് ചേർന്ന്